പരസ്പരം യോജിപ്പില്ലാത്ത ഭക്ഷണങ്ങൾ കിഡ്നിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒന്നുകിൽ മീന്, അല്ലെങ്കിൽ ചിക്കന്, അല്ലെങ്കിൽ മട്ടന്, അങ്ങനെ പറ്റുന്നത് മാത്രം. നമ്മളങ്ങനെയല്ല. ഇന്ന് ബഫെ സിസ്റ്റമായിട്ട് സംസ്കാരം കെട്ട സിസ്റ്റമല്ലേ. പള്ളിയിൽ പള്ളി കമ്മിറ്റി പ്രസിഡന്റിന്റെ വീട്ടിലും, സെക്രട്ടറിയുടെ വീട്ടിലും, ഹാജിയാരുടെ വീട്ടിലും, മുസ്താദിന്റെ വീട്ടിലും, തങ്ങളുടെ വീട്ടിലും കൈ നീട്ടിയിട്ട് തിന്നണ്ട ഗതികേട് സംസ്കാരങ്ങളുടെ പരിപാടിയാണിത്. ഇപ്പൊ പോയി പണ്ടൊക്കെ ഉണ്ടായിരുന്നു അടിയന്മാർ പാളയിൽ തിന്നുന്ന കാലഘട്ടം. ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതാക്കള്, ഹാജിമാര്, പണക്കാര് പാള പിടിച്ചിട്ട് ഇങ്ങനെ ചൂലന്നിട്ട് യാചിച്ച് തിന്നുകയാണ്. എന്തൊരു ഗതികേടാണ് ഇത്! മുസ്ലിം ഉമ്മത്തിന് പറ്റിയ ഏറ്റവും വലിയ മാറാവ്യാധിയാണ്. ഇതൊരു സംസ്കാരമല്ല, ഇത് സംസ്കാരമല്ല. മുന്നിന് ഹാജാറ് ഉസ്താദ് വേറെ സൗകര്യമില്ല, സൗകര്യം ഉള്ളത്ര കൊടുത്തെങ്ങ് മതി. നിന്നോട് ആര് പറഞ്ഞു? നൂറുകണക്കിന് ആളുകളെ വിളിച്ചിട്ട് കയ്യിൽ പ്ലേറ്റും കൊടുത്തിട്ട് യാചിപ്പിക്കുന്ന സംസ്കാരം ഇത് മുസ്ലിമിന്റെ സംസ്കാരമല്ല. പെങ്ങള്, മുസ്ലിമിന്റെ സംസ്കാരമല്ല. കയറ്റും വിട്ടിട്ട് ഇങ്ങനെ പോകുന്നു അല്ലേ? നീ കൊണ്ട് പിലിവേസല്ല വന്നിട്ട് അതിന്റെ ഒക്കെ എടുത്തിട്ടുണ്ടാവും. ആയിക്കൊണ്ടിങ്ങനെ യാചിക്കാൻ വരുന്ന പോലെ ഇത് കാണുമ്പോ ഇങ്ങനെ വെച്ചിട്ട് ഒരുത്തിന് ഫിഷ്, ഇത് കാണുമ്പോ ഇങ്ങനെ ആസാ ബായിന് ഭംഗിയല്ല. ഫിഷ് ഇട്ടിട്ട് ചിക്കനും ഇട്ട് മട്ടനും ഇട്ട് വെജ് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഹിമാലയ പൊറോട്ട പോലെ പ്ലേറ്റ് താങ്കളിൽ അപ്പുറം ഇപ്പുറം അല്ലേ, ഇതെല്ലാം എടുത്തിട്ട് ഇപ്പുറത്തെ കയ്യിൽ തണ്ണിന്റെ കുപ്പി, ഇതിലൊക്കെ വെക്കാൻ ജാഗുണ്ട് ഇല്ല. അപ്പൊ എന്റെ മൊബൈൽ റിംഗാണ്, വൈബ്രേഷൻ റിംഗ് ഒക്കെയാണ്. ഓയിങ്ങനെ തൂറാമുട്ടിയ പോലെ ഇത് വെക്കാനുള്ള വെച്ചങ്ങളുടെ പഴിയ വത്തരണ്ട് ഇതിൽ കുത്ത വെച്ചിട്ട് പിന്നെ ഇപ്പൊ ഈ തണ്ണിയുണ്ട് ഇപ്പത്തെ എന്താക്കണം മൊബൈൽ റിംഗ് ഇങ്ങനെ എടുക്കാനും വെക്കാനും ജാഗല, ഇരിക്കാനും ജാഗല്ല. എന്തൊരു മുസീബത്താ! ഇതെല്ലാം പൊരുത്തപ്പെടുക മുമ്പിനെ. ഇത് കുറെ നിങ്ങൾ എത്ര ഇട്ടിട്ട് കൊടുന്നിട്ട് ഇത്ര ചോറ് വെച്ചിട്ട് ചിക്കൻ ഒരു ഫിഷ് ഒന്നുമില്ല, പിന്നെ വേണ്ട, പിന്നെ നല്ല അപ്പുറം ഒരു ഡിം ഒരു ആര് കാണാൻ അതടിക്കിട്ടിട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ എന്താക്കുന്നറിയാം, അപ്പുറത്തെ പ്ലേറ്റ് ഇപ്പത്തെ പ്ലേറ്റ് മീറ്റ് വെച്ചിട്ട് കറക്റ്റ് സെറ്റ് ആക്കി നൽകുന്നത്. ഏത് അപ്പുറത്തെ ക്ലീൻ തിന്നിട്ട് പോകുന്ന പ്ലേറ്റോടെ ബാക്കി അതിനെ കൊടുത്തിട്ട് ഇന്നലെ വെച്ചിട്ട് പോകുന്നു. എങ്ങനെ പാലിയായ കള്ളന്മാർ ഇപ്പൊ മുന്നത്തെ പോലെ തന്നെ ഇപ്പൊ നല്ല നല്ല കള്ളന്മാർ. നമ്മളപ്പുറത്തെ ഒരു പള്ളിയിലും ഒരു ഉസ്താദിന്റെ മൊബൈൽ ലാപ്ടോപ്പല്ല കട്ടിട്ട് പോകുമ്പോ നല്ല ഈ അർജന്റിന്റെ ഇടയിലും ഈ സിമ്മല്ല ഊരിയിട്ട് USB അല്ല അത് ചുറ്റും ഐറ്റംസ് വേണ്ടതല്ല വെച്ചിട്ട് പോയിനോ. എന്തുകൊണ്ട് മൊബൈൽ ഓനിക്ക് വേണ്ട ലാപ്ടോപ്പ് അതിതല്ല സിമ്മോ ചിപ്പതെന്നോ ഓന് വേണ്ടത് കണ്ട നല്ലല്ലേ നല്ല കള്ളന്മാർ. ഇതിനിടയ്ക്ക് ഒരാള് ഒരു പുതിയ പെണ്ണിലേക്ക് ഇത് കൊടുത്തത് എൻഗേജ്മെന്റ്. എന്റെ എൻഗേജ്മെന്റിന്റെ വലിയ മൾട്ടി ചെറുപ്പക്കാരൻ 30 ദിവസത്തിന്റെ മുസാഫിനല്ല പാക്കല്ലാത്തല്ല 30 ദിവസത്തിന്റെ മുസാഫ്. എപ്പോ നീ മുസാഫ് പോകും പാർക്കല്ല, ഭാര്യ നീണ്ട ചെറുക്കാവോ, ഭാര്യ നല്ല ചെറുക്ക ഇത്ര ആൾമാർ കൂടി അപ്പൊ നോക്കൂല. അവൻ ഖുർആൻ കൊടുത്തേ. ഇപ്പത്തെ പാലക്കാർ മൊബൈൽ വേറെ, അത് വേറെ, ഇത് വേറെ, അവണ്ട മൊബൈല്. പിന്നെ വിഷയത്തില്ലേ, പിന്നെ ഉത്തരം കണ്ട് കേട്ട് നോക്കുമ്പോ ഈ 30 ദിവസത്തിന്റെ മുസാഫിന്റെ അടിയിലായി പോണ സിക്സ് ഈ പാക്കിന്റെ ഉള്ളിൽ കണ്ടാ എന്തെല്ലാം ഡോങ്കി അള്ളാനെ ഡോങ്കിയാക്കുന്നത്. ഏത് മുസാഫിന്റെ അടിയിൽ വെച്ചിട്ട് കൊടുക്കുന്നത് അങ്ങനത്തെ കാലഘട്ടത്തിൽ. അള്ളാഹു കാക്കണേ റഹ്മാനെ. അതെന്ത് നമ്മളിത് എറിയാൻ പാടില്ല. ഇതെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എറിയുന്ന ഭക്ഷണോ നമ്മൾ പറയാറുണ്ട്, ചോറുണ്ട് ചവിട്ടരുത്, അതടിച്ചിട്ടെടുക്കാനുണ്ട് ചവിട്ടരുത്. ചവിട്ടിയാലെന്റെ മുന്നിന് നിങ്ങൾക്ക് നിലത്തിടാൻ പറ്റുമെങ്കിൽ അതിന് ചവിട്ടിയ എന്ത് വിരോധമാണ്? പെങ്ങളെ, അല്ല ബഹുമാനിച്ച ഭക്ഷണം, ചെറുപ്പക്കാരെ അല്ല ബഹുമാനിച്ച റിസ്ക്, അത് കറിയാണെങ്കിലും അരിയാണെങ്കിലും ചോറാണെങ്കിലും ഏതാണെങ്കിലും അല്ല ബഹുമാനിച്ച റിസ്ക് അത് നിലത്ത് വീണോ അത് കാരണമായി കുടുംബത്തിന് മാരക രോഗം വരികയാണ്, മക്കൾക്ക് മാരക രോഗമാണ്, കുടുംബത്തിന് മാരക രോഗമാണ്, മരുന്ന് ഫലിക്കാത്ത രോഗമാണ്. എന്തിന്റെ പേരില്? ആഹാരം വലിച്ചെറിയുമ്പോ മാരക രോഗം പടർന്ന് പന്തലിക്കുകയാണ്. ആഹാരം വലിച്ചെറിയല്ല പെങ്ങളെ, ഫുഡ് വലിച്ചെറിയല്ല പെങ്ങളെ. പണ്ടത്തെ പോലെയല്ല ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ നന്നായി
നമ്മക്കല്ല സാലിയായ പെണ്ണുങ്ങള്, പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ചോറ് കറിയൊക്കെ എറിയും. ഇന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനെ അത്ര അർജന്റിലെന്ത് എറിയല്ല. പിന്നെ ചോറ് കറി ബാക്കിയുള്ള മീനെ കൊണ്ട് പിടിച്ചിട്ട് വെച്ചിട്ട് അല്ലേ, നല്ല വിഷയം. ജാവ് വേറെ ഫുഡാക്കി, സുബൈക്ക് വേറാക്കി, അസർക്ക് വേറാക്കി, പിറ്റൻ ജാവ് വേറാക്കി. ജനനാൾ ബുട്ടിട്ടു ഇവരെ ഫ്രിഡ്ജ് പോകുന്നു ഫുള്ളായി. ഇതിന് വെക്കുകയോട് ജാഗയല്ലേ, ഇത് ബാക്കിയോ വെക്കണല്ലേ, ഇത് വെക്കോ ജാഗല്ല. ഇന്നലെ മുഞ്ഞാണ്ട് വെച്ച ചോറ് കറിയല്ലേ ഇതിലെ